അർത്തുങ്കൽ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള നൊവേന പ്രാർത്ഥന നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. അതിനു മുമ്പായിട്ട് ദൈവസ്നേഹം നിറഞ്ഞവരെ, അർത്തുങ്കൽ പള്ളിയുടെ ചരിത്രം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ അർത്തുങ്കൽ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ് അർത്തുങ്കൽ പള്ളി എന്ന് അറിയപ്പെടുന്നത്. സെൻറ് ആൻഡ്രൂസ് ബസലിക്ക പോർച്ചുഗീസുകാർ പണിഞ്ഞ പുരാതനമായ ഈ ദേവാലയം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമത്തിലുള്ള കേരളത്തിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിലാണ് ഈ ദേവാലയം പ്രവർത്തിക്കുന്നത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ഇവിടെ ആഘോഷപൂർവ്വം കൊണ്ടാടാറുണ്ട്. ശബരിമല ദർശനം കഴിഞ്ഞെത്തുന്ന ഈ ഭാഗത്തുള്ള അയ്യപ്പ ഭക്തർ അർത്തുങ്കൽ പള്ളിയിൽ വെളുത്തച്ഛൻ്റെ സവിധത്തിലെത്തി നേർച്ചകൾ സമർപ്പിച്ച് മാലയൂരുന്ന ഒരു പതിവും ഇവിടെ കാണാറുണ്ട്. എല്ലാ വർഷവും ജനുവരി 10 ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ അർത്തുങ്കൽ തിരുനാൾ ജനുവരി 27 സമാപിക്കുന്നത്. ഈ തിരുനാളിന് ആരംഭമായി ഉയർത്തുവാനുള്ള കൊടി പാലായിൽ നിന്നുമാണ് എത്തിക്കുന്നത്. ഈ കൊടി ആലപ്പുഴ കത്തീഡ്രൽ പള്ളിയിൽ എത്തിച്ച് അവിടെ നിന്നും വൈകിട്ട് അർത്തുങ്കലേക്ക് കൊണ്ടുപോകും വഴി തുമ്പോളി മാതാവിൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങിക്കൊണ്ട് കടന്നു പോകുന്നു. ഈ പെരുന്നാൾ കാലത്ത് എല്ലാ മതവിഭാഗത്തിലുള്ള ധാരാളം ഭക്തജനങ്ങൾ അർത്തുങ്കൽ പള്ളിയിൽ എത്തിച്ചേരുന്നു. കൊടിയ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവരുമാണ് വിശുദ്ധ സെബസ്ത്യാനോസിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ പെരുന്നാളിന് എത്തുന്നത്. അവർ അടുത്തുള്ള കടൽ തീരത്ത് നിന്നും പള്ളി വരെ മുട്ടിൽ ഇഴഞ്ഞ് വിശുദ്ധനോടുള്ള കൃതജ്ഞത കാണിക്കുന്നു. സ്വർണം, വെള്ളി എന്നിവയിൽ തീർത്ത മനുഷ്യ അവയവങ്ങളും അമ്പ്, വില്ല് എന്നിവയുടെ രൂപങ്ങളും വിശ്വാസികൾ ഇവിടെ കാണിക്കയായി അർപ്പിക്കുന്നു. ജനുവരി 20 പ്രധാന തിരുനാൾ. ആലപ്പുഴ ജില്ലയിൽ അർത്തുങ്കൽ പള്ളി കഴിഞ്ഞാൽ ജില്ലയിലെ ഏറ്റവും വലിയ പെരുന്നാൾ ആഘോഷത്തോടും തീർത്ഥാടനം നടത്തുന്നതുമായ ക്രൈസ്തവ ദേവാലയങ്ങളിൽപ്പെട്ട മറ്റു 2 പള്ളികൾ കൂടിയാണ് തുമ്പോളി പള്ളിയും എടത്തുവ പള്ളിയും. ദൈവത്തിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ അറിവ് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ളൊരു മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഈ ചാനലിലൂടെ ഒന്ന് പങ്കുവെക്കാം. അതിനു മുന്നോടിയായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധനെക്കുറിച്ചുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തിക്കാനായിട്ട് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും വിശുദ്ധരോടുള്ള നൊവേന പ്രാർത്ഥന പഠിക്കുവാനായിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. പ്രിയ കർത്താവെ, വിശുദ്ധ സെബസ്ത്യാനോസിനെ വിശുദ്ധിയുടെ മാതൃകയായി ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരു സൈനികനായിരുന്ന കാലത്ത് ക്രിസ്ത്യാനികളെ സംരക്ഷിച്ചുകൊണ്ടുള്ള തൻ്റെ വിശുദ്ധ വേലയിൽ അവൻ കാണിച്ച നിന്നോടുള്ള സ്നേഹം അനുകരിക്കാൻ ഞങ്ങളെ സഹായിക്കൂ. വിശുദ്ധ സെബസ്ത്യാനോസ്, നിങ്ങളുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ചോ റോമൻ സൈന്യത്തിൽ ചേരാനുള്ള നിങ്ങളുടെ പ്രചോദനത്തെക്കുറിച്ചോ ഞങ്ങൾക്ക് വളരെ കുറച്ചേ അറിയൂ. എന്നാൽ റോമൻ സൈന്യത്തിലെ ഒരു സൈനികൻ എന്ന നിലയിൽ പീഡിപ്പിക്കപ്പെട്ട ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സേവിച്ചു. നിങ്ങൾ സേവിച്ച ദൈവത്തിൻ്റെ മുമ്പാകെ എൻ്റെ അപേക്ഷകൾ കൂടി കൊണ്ടുവരണമേ. അനേകം ക്രിസ്ത്യാനികൾ അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ കഷ്ടപ്പെടുന്നതായി നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ. ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും
ദൈവത്തെ സേവിക്കാൻ നിങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുകയും ചെയ്തു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എനിക്ക് ചുറ്റുമുള്ളവരുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ഞാൻ എപ്പോഴും ബോധവാനായിരിക്കാൻ എനിക്ക് കഴിയുന്ന എല്ലാ വഴികളിലും ദൈവത്തെ സ്നേഹിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ഈ സമയത്ത് വിശുദ്ധ സെബസ്ത്യാനോസിനോട് സൂചിപ്പിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ പ്രേക്ഷകരെ, ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സഹായകമാകട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഈ പ്രാർത്ഥന സഹായകം ആകുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും പ്രത്യേകം ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.